ഓരോ കവിതയും വായിക്കുന്ന കേൾക്കുന്ന ആളെ ഉയർന്ന അർത്ഥതലങ്ങളിലേക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ കൊണ്ടുപോവാണ്. അങ്ങനെ ദിഹ്ക ദുബായ് ഇൻ്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ്, ഈ പേര് കേൾക്കാത്ത വിജ്ഞാന സ്നേഹികൾ കുറവായിരിക്കും. ഈ ഖുർആൻ മത്സരത്തിൽ ദുബായ് ഇൻ്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന അന്തർദേശീയ ഖുർആൻ ഹിഫ്ള് മത്സരം, പാരായണ മത്സരം, അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലപ്പോഴും മലയാളികളായ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് മാത്രം അതല്ലാതെ തന്നെ ഇതിൻ്റെ മത്സരങ്ങളും ഒന്നാം സ്ഥാനം നേടുന്നവരുടെ ഓതലൊക്കെ യൂട്യൂബിൽ മില്യൺ കണക്കിന് ആളുകൾ കാണാറുണ്ട്. ഈ മഹത്തായ പ്രസ്ഥാനം ദിഹ്ക അവർ ധാരാളം രചനകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവരുടെ സ്റ്റാളുകൾ പല സ്ഥലങ്ങളിലും, ഇവിടെ ഷാർജ ബുക്ക് ഫെയറിലടക്കം പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഖുർആനിക വിജ്ഞാനീയങ്ങളാണ് അവരുടെ രചനകളിൽ മഹാഭൂരിഭാഗം. എന്നാൽ അതിൻ്റെ കൂടെ നബിചരിതങ്ങളും നബിചര്യകളൊക്കെ വിവരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അത് കൂട്ടത്തിൽ ബുർദയുടെ 2 വ്യാഖ്യാനങ്ങൾ കണ്ടു. മഹാനായ ഇമാം ബദറുദ്ദീൻ സർക്കശി രചിച്ച ഷറഹുൽ ബുർദയാണ്. അതിൻ്റെ നല്ലൊരു കോപ്പി ദിഹ്കയുടെ സ്റ്റാളിലുണ്ട്. കവി ഈ ബുർദ രചിച്ച കവി ബുസീരിയെ കുറിച്ച് പറയും. അദ്ദേഹം ബുർദ മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഒരു ആവറേജ് കവിയാണെന്ന് പറയാം. അപ്പോൾ സാധാരണ നമ്മൾ ഈ കളിയുടെ ഭാഷയിലൊക്കെ പറയല്ലോ, ഒരാൾ ക്ലാസ് പ്ലെയറാണ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കളിയും ഒരു ഉയർന്ന നിലവാരമായിരിക്കും. വല്ലപ്പോഴും ഒരു ഫോം ഔട്ടാവും എന്നത് ഒഴിച്ചു നിർത്തിയാൽ ക്ലാസ് പ്ലെയറാണെന്ന് അർത്ഥം. ചിലർ പെട്ടെന്നൊരു ദിവസം ഫോം ആവുകയാണ്. ആത്മീയതയുടെ ഭാഷയിൽ മഖാം, ഹാൽ എന്ന് പറയുന്നത് കാണാം. മഖാം എന്ന് പറഞ്ഞാൽ ഒരാൾ ഉയർന്ന അവസ്ഥയിലാണ്, അതിങ്ങനെ നിലനിർത്തുകയാണ്. വേറൊരാൾ ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു റമദാൻ വന്നു ഉയർന്നൊരവസ്ഥയിലേക്ക് അങ്ങ് മാറി. ഇതാണ് മഖാമും ഹാലും. ഇതേപോലെ ബൂസീരി ഒരു ആവറേജ് കവിയാണെങ്കിലും ബുർദ ലോകോത്തര കവിതയാണ്. ബുർദയുടെ മഹത്വം അറബി ഭാഷ അറിയുന്നവർക്ക് ഇതിൻ്റെ മഹത്വം നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കവിതയും വായിക്കുന്ന കേൾക്കുന്ന ആളെ ഉയർന്ന അർത്ഥതലങ്ങളിലേക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ കൊണ്ടുപോവാണ്. അങ്ങനെ എത്തിയെന്ന് ആലോചിക്കുമ്പോഴാണ് അടുത്ത കവിത അതിനേക്കാൾ അപ്പുറത്തെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അത്ര വലിയ അർത്ഥതലങ്ങൾ, വാക്ശരങ്ങൾ കൊണ്ട് അർത്ഥങ്ങളുടെ ഗോപുരം തീർത്ത കവിതയാണ് ബുർദ. അതുപോലെ ബുർദയുടെ വലിയൊരു മഹത്വം, വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ ഇതിന് വ്യാഖ്യാനം രചിച്ചു എന്നുള്ളതാണ്. ഇബ്നു ഹജർ ഹൈതമിയും ഇമാം ബാജൂരിയും മുല്ല അലിയിൽ ഖാരി, ബദറുദ്ദീൻ സർക്കശി തുടങ്ങി അനേകം ഹദീസ് പണ്ഡിതന്മാരും ഫുഖഹാക്കളും ഇവരൊക്കെ ഇതിന് ഇത്ര പ്രാധാന്യം നൽകിയെന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ബുർദ എത്ര വലിയ രചനയാണെന്ന് മനസ്സിലാവാണ്. ഇതിൽ 10 അധ്യായങ്ങളുണ്ട്. 10ാം അധ്യായത്തിലെ ഒരു വരി, ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അങ്ങയുടെ ഔദാര്യമാണ് ദുനിയാവും ആഖിറവും എന്ന് പറയുമ്പോൾ അത് ഏതർത്ഥത്തിലാണ്? ഇദ്ദേഹമാണ് ദുബായിലെ കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ 10 വീട് തുടങ്ങിയാൽ അതിനെപ്പറ്റിയും പറയും. അപ്പം കിങ് എന്ന് പറയുമ്പോൾ അവിടെ ഏതർത്ഥം ഉദ്ദേശിച്ചത്? അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ ഒരു അർത്ഥമുണ്ട്. ഇതേപോലെ ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ എന്ന് പറയുമ്പോൾ അങ്ങയുടെ ഔദാര്യമാണ് ഈ ദുനിയാവ്, അങ്ങയുടെ ഔദാര്യമാണ് ആഖിറം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മുഴുവൻ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന ഷഫാഅത്ത് തുടങ്ങി ഏതൊക്കെ അർത്ഥതലങ്ങളിൽ അതിനെ കാണാം എന്ന് ഇതിന്റെ വ്യാഖ്യാതാക്കൾ വിവരിച്ചിട്ടുണ്ട്. അത് പോട്ടെ, ഇതിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന, ഈ വരിയിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന വഹാബികളുടെ ഇമാമുകൾ പോലും ഇത്തരം പ്രയോഗങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ എന്താകും, ആലങ്കാരികാർത്ഥത്തിൽ എടുത്താൽ എന്താകും എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവർ പോലും ബുർദയുടെ ഒരു വരി പോലും ഉദ്ധരിക്കാൻ പാടില്ലെന്നോ ബുർദയുടെ മഹത്വത്തെ അംഗീകരിക്കാൻ പാടില്ലെന്നോ പറയാറില്ല. പല സലഫി ഗ്രന്ഥങ്ങളിൽ പോലും ഇതിലെ വരികൾ കാണാൻ സാധിക്കും. എന്താണെങ്കിലും ആ വിവാദങ്ങൾ അവിടെ മാറ്റി നിർത്താം. ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനം രചിച്ച, ലോക മുസ്ലിമീങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ കവിത, ഇതിന് മുസ്ലിം ലോകം, അറബ് ലോകം എത്ര പ്രാധാന്യം കൊടുക്കുന്നെന്ന് കാണിക്കാൻ വേണ്ടി ഇവരുടെ ദിഹ്കയുടെ ദുബായ് ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡിന്റെ ഈ കൃതി ഇവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രം. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വൈജ്ഞാനിക ലോകത്തിന്റെ ധാരാളം മഹത്വങ്ങൾ അറിയിക്കുന്ന സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഈ ബുസീരിയുടെ ഖബർ അവിചാരിതമായിട്ട് ഒരിക്കൽ സന്ദർശിക്കാൻ സാധിച്ചു. ഗൾഫിലുള്ളവർക്കറിയാം, ഇപ്പം അബുദാബിയിൽ നിന്ന് വിസയുണ്ട്, അലക്സാൻഡ്രിയയിലേക്ക് പോകാം. ഈജിപ്തിന്റെ പടിഞ്ഞാറൻ തീരം, അതിന്റെ നേരെ എതിർഭാഗത്ത് വരുന്നത് ഇറ്റലിയാണ്. ചരിത്രത്തിൽ നടന്ന പല സംഭവങ്ങളും ഈ ജോഗ്രഫി മനസ്സിലാക്കിയാലാണ് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ അവരിവിടെ എത്തി, ഇവരെങ്ങനെ അവിടെ എത്തി എന്നൊക്കെ ഉള്ളത് മനസ്സിലാവാം. അപ്പം പടിഞ്ഞാറൻ തീരം, ആ അലക്സാൻഡ്രിയയിൽ പോയി ഇറങ്ങിയാൽ അവിടുത്തെ കോർണിഷിൽ ഒരൊറ്റ ലൈനിൽ 3 സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റും. ഒന്ന് അലക്സാൻഡ്രിയയിൽ അതിപുരാതന ലൈബ്രറി, 2 ബുസീരിയുടെ ഖബർ, 3-ാമത്തേത് ഖലഅ, അലക്സാൻഡ്രിയയിൽ ഒരു കോട്ട. അവിടുന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ ഓരോ കൗണ്ടർ കാണാം, ഇഷ്ടമുള്ള ബസ് ഓരോ സമയത്തും ബസ് ഉണ്ട്. കുറഞ്ഞ മണിക്കൂറുകളിൽ കൈറോയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ അവിചാരിതമായിട്ട് കവി ബുസീരിയുടെ ഖബർ സന്ദർശിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തിയത് അറബ് ലോകം, മുസ്ലിം ലോകം ബുർദക്ക് എത്രമേൽ പ്രാധാന്യം നൽകുന്നെന്നറിയാൻ വേണ്ടിയാണ്. ബദറുദ്ദീൻ സർക്കശിയുടെ ഷറഹ്, അതുപോലെ വഷിയുൽ ബുർദ, ഷറഹുൽ ബുർദ, ഇമാം താഹിർ അൽ ഹലബിയുടേതുണ്ട്. ഇവിടെ അതിനേക്കാൾ ഉപരി ബദറുദ്ദീൻ സർക്കശിയുടെ ഈ ഗ്രന്ഥം അറബ് ലോകം, മുസ്ലിം ലോകം ഇതിന് എത്ര പ്രാധാന്യം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും.